യുഎഇയിലെ വിമാനത്താവള യാത്രക്കാരുടെ എണ്ണം 100 കോടി കടന്നു. കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് അധികൃതർ പുറത്തുവിട്ടത്. കടന്നുപോയ വിമാനങ്ങളുടെ എണ്ണം ആകെ 64 ലക്ഷം കടന്നിട്ടുമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ സുപ്രധാനമായ വളർച്ച കൈവരിക്കാൻ വ്യോമയാന മേഖലയ്ക്ക് സാധിച്ചതായാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. വ്യോമഗതാഗത ഗുണനിലവാര സൂചികയിൽ യുഎഇ ആഗോളതലത്തിൽ 1-ാം സ്ഥാനത്താണെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചെങ്കടലിൽ മുറിഞ്ഞ കേബിൾ അറ്റകുറ്റപ്പണി കാരണം 6 ആഴ്ചത്തേക്ക് യുഎഇയിൽ ഇന്റർനെറ്റ് സേവനത്തിന് തടസ്സം നേരിട്ടേക്കും. കേടുപാടുകൾ കൃത്യമായി കണ്ടെത്തി പരിഹരിക്കുന്നതിന് ആഴ്ചകളെടുക്കും. ബദൽ സംവിധാനവുമായി ഈ കേബിളുകൾ ബന്ധപ്പെടുത്തുന്നതുവരെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കുറവായിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. യുഎഇയിൽ ഏതാനും ദിവസമായി ഇന്റർനെറ്റിന്റെ സ്പീഡ് വളരെയധികം കുറവാണ്. സെപ്റ്റംബർ 10 മുതൽ ആരംഭിച്ച ഏഷ്യ കപ്പിന് സുരക്ഷ ശക്തമാക്കി ദുബായ് പോലീസ്. ഈ മാസം 28 വരെ അബുദാബിയിലും ദുബായിലുമായി നടക്കുന്ന T20 ടൂർണമെന്റിൽ ഇന്ത്യ ഉൾപ്പെടെ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ടൂർണമെന്റിനായുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനകം പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് ദുബായ് പോലീസ് അറിയിച്ചിട്ടുണ്ട്. വലിയ തോതിൽ കാണികൾ എത്തുന്ന ചാമ്പ്യൻഷിപ്പ് എന്ന നിലയിൽ ടൂർണമെന്റിന്റെ സംഘാടക സമിതിയുമായും മറ്റ് പങ്കാളികളുമായും കൈകോർത്ത് ആവശ്യമായ എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്.